നമ്മുടെ റെസിഡന്റ് ഈവിൾ 9 ആയ ഫോട്ടോ എടുക്കുമ്പോ പറഞ്ഞിട്ട് വേണ്ടേ, ഫ്ലാഷ് അടിച്ചപ്പോ അറിയാതെ കണ്ണൊന്ന് ചിമ്മിപ്പോയി. റെസിഡന്റ് ഈവിൾ റെക്യൂം ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ മൾട്ടിപ്ലെയർ ഗെയിമാണ്. നമ്മുടെ റെസിഡന്റ് ഈവിൾ ഫ്രാഞ്ചൈസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിന് ടൈം എടുത്തിട്ടുള്ള ഗെയിമും കൂടെയാണ് റെസിഡന്റ് ഈവിൾ റെക്യൂം. ഈ ഗെയിമിനെ കുറിച്ചുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് GTA 5 ഓൺലൈനിനെ പോലെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലെയർ ഗെയിം ആക്കാനുള്ള പ്ലാനിലാണ് നമ്മുടെ ക്യാപ്കോം ആണെന്നാണ് പറയുന്നത്. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. ഈ ലോങ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അപ്ഡേറ്റും പാച്ചസും മാത്രം വിട്ടിട്ട് നമ്മുടെ ക്യാപ്കോം ഈ ഗെയിമിൽ നിന്ന് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമെന്നാണ് റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും അങ്ങനെ ഒരു ചിന്ത ക്യാപ്കോമിനുണ്ടെങ്കിൽ അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഇവര് ക്ലാഷ് വയ്ക്കുന്നത് നമ്മുടെ GTA 6-നോടൊപ്പമായിരിക്കും. കാരണം നമ്മുടെ റെസിഡന്റ് ഈവിൾ റിലീസ് ആകാൻ പോകുന്നത് ഫെബ്രുവരി 27, 2026 നമ്മുടെ GTA 6 റിലീസ് ഡേറ്റ് മാറ്റിയില്ലെങ്കിൽ മെയ് 26, 2026 നമ്മുടെ GTA 6 റിലീസ് ഡേറ്റ്. ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് GTA 6 റിലീസ്. നേരത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെയിം സെയിൽസ് കൂട്ടാം എന്നായിരിക്കും ഇവന്മാര് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും GTA 6 ഏകദേശം 10 വർഷമായിട്ട് ഡെവലപ്മെന്റ് നിൽക്കുന്ന ഒരു ഗെയിമാണ്. ഈ ഒരു ഗെയിം ഏകദേശം 7 അല്ലെങ്കിൽ 8 വർഷത്തോളം ഡെവലപ്മെന്റ് നിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ മിക്കവാറും വരെ GTA 6-നായിരിക്കും ഏകദേശം ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്ത